ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന, മാവൊന്നും കുഴക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും ചീസ് ഉപയോഗിക്കാതെയുള്ള ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിന് മുന്നേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചീസ് വെച്ചിട്ടുള്ളൊരു പിസ്സ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ചില്ലി സോസാണ് ആവശ്യമായിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിന് ഒന്നുകിൽ 3 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ചിട്ടും ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളക് ചതച്ചിട്ടുള്ളതാണ്. അത് 1 ടീസ്പൂണായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ശരിക്കും ഒറിഗാനോ ആണ്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒറിഗാനോ ലീവ്സ്. നമുക്കിതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് എന്ന് പറയുന്ന ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അതൊരു ഇത്തിരി ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ ആ മധുരം ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചീസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് സോസാണ് ഇതിലോട്ടേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഏകദേശം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ട് അത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്യരുത്. അതുപോലെ ഒത്തിരി സമയം മൈദ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറ് മാറാതെ നോക്കുക. വളരെ കുറഞ്ഞ സമയം മാത്രം, അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയം, വളരെ കുറഞ്ഞ സെക്കൻഡ്സ് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെയാണ്. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വൈറ്റ് സോസിനകത്ത് ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ തോന്നുവാണെങ്കിൽ ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിസ്സക്ക് ചീസിന് പകരമായിട്ടുള്ള വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്കുള്ള മുട്ടയൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരിത്തിരി ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വളരെ കുറഞ്ഞ ഒരു 30 സെക്കൻഡൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ബ്രെഡാണ്. ബ്രെഡും മുട്ടയാണ് ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ കോൺ ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പിസ്സയൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന സൈഡിൽ വരുന്ന ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു പിസ്സയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓരോ സ്ലൈസ് ബ്രെഡും ഈ മുട്ടയുടെ മിക്സിനകത്ത് മുക്കിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ചപ്പോൾ ബാക്കി വന്ന പീസസ് ഉണ്ടല്ലോ, ആ പീസസും നമുക്ക് ഇതുപോലെ മുട്ടയുടെ മിക്സിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ സൈഡിലൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ഓരോന്നും വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇടയിലും അതുപോലെ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്കിത് സ്റ്റൗവിലോട്ടേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു ഫ്ലെയിം കുറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വളരെ കുറഞ്ഞ സമയം ചെയ്തെടുത്താൽ മതി. ഒരു 1-1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ മുട്ടയും ബ്രെഡും എത്ര പെട്ടെന്ന് കുക്കാവുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന പാകമാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ ഞാനിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
തിരിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള സോസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പിസ്സ സോസാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വൈറ്റ് സോസ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ, മൊസറല്ല ചീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെദാർ ചീസ് ഉണ്ടെങ്കിലോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സവാള അരിഞ്ഞതാണ്. നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബ്ലാക്ക്, ഞാനിപ്പോൾ ഗ്രീൻ ഒലീവ്സ് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. ഉള്ളവർക്ക് ഗ്രീനോ ബ്ലാക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാണാനൊക്കെ ഒരു ഭംഗി കൂടി ആയിരിക്കും. നടുവിൽ ആ ഒരു മിഡിൽ പോർഷനിലൊക്കെ ആയിട്ടാണെങ്കിലും നമുക്കിതുപോലെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ വെജിറ്റബിൾസും ചേർത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച ഒറിഗാനോ അതല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് ആണെങ്കിൽ അതും ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റൊക്കെ 1.5 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ഇതിൽ ചീസല്ല, വൈറ്റ് സോസ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലാം കുക്ക് ചെയ്തിട്ട് റെഡി ആയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ബ്രെഡിൻ്റെ പിറകുവശം മാത്രം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. എന്നിട്ട് ചെറുതായിട്ട് ആ ഒരു വൈറ്റ് സോസൊക്കെ ഇതിനകത്ത് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ആ ഒരു ആവി കയറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മാവ് കുഴച്ച് അത് ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച്, അതുപോലെ പിസ്സ സോസും അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഉള്ളതാണ് പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലുള്ള ബ്രെഡും മുട്ടയും കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇത് കൂടുതൽ ടേസ്റ്റ് ആക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചീസും ചിക്കൻ ഫ്രൈ ചെയ്തത്, നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും റെസിപ്പിക്കോ നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇത് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചും ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ ബ്രെഡ് പിസ്സ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.